ദിരികിട ദിം തനനന ദിം തനനദനദോ ദിം തനനന ദിം തന ദിരികിട ദിം തനനന ദിം തന ദിരികിട ദിം തനനന ദിം തനനദനദോ ചോദിച്ചെടുക്കാനാ തോന്നുന്നത്. ഭദ്ര കൺട്രോൾ യു ക്യാൻ. ഇനി എന്തൊക്കെ ചോദിച്ചതിനൊക്കെ നല്ല മറുപടി ഉണ്ടോന്ന് ചോദിക്കാനും തോന്നണില്ല. ഒരു ചോദ്യം കൂടി ചോദിച്ചേക്കാം. ഏട്ടത്തെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഒറ്റ മോനാണോ? BA ഇംഗ്ലീഷല്ലേ പഠിക്കുന്നത്, അല്ലാതെ സോഷ്യോളജി ഒന്നുമല്ലല്ലോ. അതുകൊണ്ട് കൂടുതൽ സെൻസസ് എടുക്കാൻ നിൽക്കണ്ട. ഇയാളെ കൊണ്ട് വേറെ വല്ലവരൊക്കെ ആണെങ്കിൽ ഭദ്ര ശരിക്കുള്ള സ്വഭാവികളെ കണ്ടിരുന്നു. ഇനി എന്തായാലും സമൂസ വരട്ടെ, അത് തന്നിരിക്കാം. ആ ശില്പയും പോയി വന്നി. പിന്നെ തൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ 10ൽ പഠിക്കുമ്പോഴേ അച്ഛൻ മരിച്ചുപോയി. അയ്യോ സോറി, എനിക്കത് അറിയില്ലായിരുന്നു. അതൊന്നും സാരമില്ല, അറിയാഞ്ഞിട്ടല്ല. എന്തായിരുന്നു, വല്ല അസുഖമായിരുന്നോ? അച്ഛന് ഭയങ്കരമായിട്ട് കള്ളു കുടിക്കായിരുന്നു. കിട്ടുന്ന പൈസ മുഴുവൻ കള്ളു കുടിക്കാൻ വേണ്ടി ചെലവാക്കും. എൻ്റെ അമ്മേനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരു ഭർത്താവ് എന്ന നിലയിൽ എൻ്റെ അച്ഛനൊരു തോൽവിയായിരുന്നു. പക്ഷേ എന്നെ ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ. എനിക്കും അച്ഛനെ മിസ് ചെയ്യലൊക്കെ ഉണ്ട്. പക്ഷെ അമ്മേനെ ഉപദ്രവിച്ചത് ആലോചിക്കുമ്പോൾ ഒരു ചെറിയ നീരസം തോന്നലുണ്ട്. എന്നാലും ചില സമയത്തൊക്കെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തോന്നിപ്പോവും. അച്ഛൻ്റെ സ്നേഹം കിട്ടാനും വേണം ഒരു ഭാഗ്യം. സച്ചിയേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, പിന്നെ ഒരു അനിയത്തി. അവരൊക്കെ എന്താ ചെയ്യുന്നേ? അമ്മ ഹൗസ് വൈഫാ, അച്ഛനൊരു ഫൈനാൻസ് കമ്പനി ഉണ്ട്, പിന്നെ അനിയത്തി 9ൽ പഠിക്കുന്നു. ഇത്രയും ചെറിയ അനിയത്തിയാണോ സച്ചിയേട്ടനുള്ളേ? അച്ഛനും അമ്മയ്ക്കും നല്ല നേരം വൈകിട്ടാണ് ശ്രീക്കുട്ടി ഉണ്ടായത്. അത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു താഴൊരാൾ ഉണ്ടാവാൻ. ഉണ്ടായതിനു ശേഷം ശ്രീക്കുട്ടിൻ്റെ തോളത്ത് നിന്ന് ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾ അഴി ഉണ്ടാക്കാത്തൊരു ദിവസവും ഇല്ല. പക്ഷേ ഒരു ദിവസം കാണാതിരുന്ന രണ്ടാൾക്കൊരു ബുദ്ധിമുട്ടാ. തങ്കച്ചിപ്പാസം താൻ ആയോ, അവരെ രണ്ടാളെ പോയി നോക്കണ്ടേ? എന്തായാലും വെച്ചു, രണ്ടാളും കുറെ സംസാരിച്ചോ? പിന്നെ ആധാർ കാർഡ് വരെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അത്ര നേരം ഞങ്ങൾ സംസാരിച്ചു. ശരിക്കും എന്നിട്ട് ആധാർ കാർഡൊന്നും കാണാനില്ലല്ലോ. എന്റെ ശാലു, ഞാനൊരു അതിശോക്തി പറഞ്ഞതാ. അയാൾ തൊള്ള തുറന്നാലല്ലേ സംസാരിക്കുക. ഞാൻ അവിടെ പോയിരുന്നപ്പോൾ അയാളുടെ പേരും ഡിപ്പാർട്ട്മെന്റും സബ്ജക്റ്റും ഒക്കെ ചോദിച്ചു. അപ്പോൾ ഒറ്റ വാക്കിന് ഉത്തരം എഴുതണ പോലെ ഉത്തരം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറയാ, താൻ BA ഇംഗ്ലീഷല്ലേ പഠിക്കണേ, അല്ലാതെ സോഷ്യോളജി അല്ലല്ലോ, കൂടുതൽ സെൻസസ് എടുക്കാൻ നിൽക്കണമെന്ന്. അതിൽ പോയി എൻ്റെ കാര്യത്തിൽ പിന്നെ ഒന്നും ചോദിക്കാൻ തോന്നിയില്ല. എൻ്റെ ലച്ചു. ശാലു, ശവത്തി കുത്താതെ നീ നോക്കിക്കോ, അയാളെ കൊണ്ട് തന്നെ ഞാൻ സംസാരിപ്പിക്കും. ഇത് ഈ ഭദ്രേ പറയണേ. ആയിക്കോട്ടെ, നമുക്ക് കാണാം. ഒന്ന് കുളിച്ചപ്പോ എന്താ ഒരു ആശ്വാസം. ഇതാരിപ്പോ ഈ പുതിയ ഫ്രണ്ട് റിക്വസ്റ്റ്? ഭദ്രയോ? ഇതൊന്നും കണ്ട പെണ്ണല്ലേ? ഇവളിപ്പം തന്നെ എനിക്ക് റിക്വസ്റ്റ് അയക്കണേ? എന്തായാലും പരിചയമുള്ളതല്ലേ, അക്സെപ്റ്റ് ചെയ്തേക്കാം. ഫോട്ടോസൊക്കെ നല്ല രസമുണ്ടല്ലോ കാണാന്. അക്സെപ്റ്റ്. കോയിലിലെ മാമമ്മ മനസ്സ് വെച്ചാൽ മെസ്സേജ് അയക്കണം. വേണ്ട, ഇപ്പം തന്നെ മെസ്സേജ് കോഴി പെണ്ണുങ്ങളാന്ന് വിചാരിക്കും. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് മെസ്സേജ് അയക്കാം. ശാലു, പഠിത്തൊക്കെ തീരാനായില്ലേ? നമ്പൂതിരിച്ചേട്ടൻ നല്ലൊരു ആലോചന കൊടുത്തിട്ടുണ്ട് മോൾക്ക്. നമുക്ക് നോക്കിയാലോ? എന്റെ പൊന്നമ്മേന്ന് ഇതൊന്ന് കഴിച്ചോട്ടെ. കല്യാണം കഴിയാൻ ഇനി സമയമുണ്ടല്ലോ. സമയമാകുമ്പോൾ ഞാൻ തന്നെ എൻ്റെ അമ്മോട് പറയും ഇനി കല്യാണം കഴിക്കാനായിരുന്നു. അപ്പം കണ്ടുപിടിച്ചാൽ മതി. അതായത് കൂടുതൽ ഈ കുഞ്ഞു തലയിൽ ചിന്തിച്ചു കൂട്ടണ്ട. തിന്നാൻ നോക്ക്. അമ്മ ഇപ്പോ ഡിഗ്രി ഫൈനൽ ഇയർ ഒക്കെ ആയില്ലേ, അപ്പോഴൊരു ജോലി കൊടനെ കിട്ടുമല്ലോ. അപ്പൊ ഒരു കല്യാണമൊക്കെ നോക്കണ്ടേ ഈ മോനും? തോന്നി ആദ്യം നീ നിന്റെ സപ്ലൈ മുഴുവൻ കംപ്ലീറ്റ് ആക്കി ഡിഗ്രി പാസ്സാക്കാൻ നോക്ക്, എന്നിട്ടല്ലേ കല്യാണം. നീ എന്താ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഇത്ര സന്തോഷത്തിൽ പറയണേ. അങ്ങനെ കണ്ടുവെച്ചോന്നൊക്കെ ചോദിക്കുമ്പോ കണ്ടിട്ടൊക്കെ ഉണ്ട്. ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിരിക്കണം. ആർക്ക്? ആ കൊച്ചിനോ? നിന്നോടോ? അല്ല, എനിക്ക്. ഇങ്ങനെ ചെറിയ വലിയ വർത്തമാനം പറയാൻ നിങ്ങളുടെ കയറി പൊടിയകത്ത്.
എടാ ആ കൊച്ചിന്റെ ഫോട്ടോ വല്ലതും ഉണ്ടാടാ ഒന്ന് നോക്കാന്. ഫോട്ടോ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല, പക്ഷെ ഞാൻ ഉടനെ കാണിച്ചു തരും. ഇതിപ്പോ എനിക്കാണ് പറഞ്ഞെങ്കിലോ അമ്മ വടിവാളെടുത്ത് നിന്നെ വെട്ടിയിട്ടിരുന്നു. ഇപ്പൊ അവനായോണ്ട് ഒരു കുഴപ്പമില്ല. ഞാൻ തല്ലും, കാരണം നീ അത്ര വലുതായിട്ടില്ല. ഒതുങ്ങി നിൽക്കുക. ആ പിന്നെ അമ്മ കെട്ടിയവരോട് ചെന്നേ ഇത് എഴുന്നള്ളിക്കാൻ നിൽക്കരുതിട്ടാ, ഞാൻ അമ്മോട് പറഞ്ഞോന്നുള്ളൂ. ആടാ ഞാനൊന്നും പറയില്ല, പോരെ. നിന്റെ ഇഷ്ടം നടക്കില്ല സച്ചി. ആ പെണ്ണ് ഏതായാലും ഈ അർജുനോളെ കിട്ടിയിരിക്കും. സച്ചി